100% വിജയത്തിനായി കുട്ടികളെ തോൽപ്പിച്ച് ഭാവി കളയാൻ ശ്രമിച്ച സ്കൂൾ മാനേജ്മെന്റിനെ മുട്ടുകുത്തിച്ച് SFI. മോഡൽ പരീക്ഷ എഴുതി തോറ്റ +1 വിദ്യാർത്ഥികളെ പുറത്താക്കിയാണ് കൊച്ചിയിലെ സ്വകാര്യ CBSE സ്കൂൾ വിജയത്തിന് ശ്രമിച്ചത്. എന്നാൽ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന തീരുമാനത്തിനെതിരെ SFI ഇടപെടുകയായിരുന്നു. പഠനത്തിൽ മികവ് കുറഞ്ഞ കുട്ടികളെ പുറത്താക്കി പരീക്ഷയിൽ 100% വിജയം ഉറപ്പാക്കാനായിരുന്നു ഇടപ്പള്ളി അൽ അമീൻ സ്കൂൾ മാനേജ്മെന്റിന്റെ ശ്രമം. പഠനത്തിൽ മികവ് കുറഞ്ഞ 16 വിദ്യാർത്ഥികളെ ഒരു മാസം മുൻപ് നടത്തിയ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞുവെന്ന കാരണത്താലാണ് സ്കൂളിൽ നിന്നും പുറത്താക്കിയത്. മോഡൽ പരീക്ഷയിൽ നടത്തിയിരുന്നതിനാൽ ഇവർ കാര്യമായ രീതിയിൽ പഠിച്ചിരുന്നില്ല. അതിനാലാണ് പരീക്ഷയിൽ വേണ്ടത്ര മാർക്ക് വാങ്ങാൻ കഴിയാതിരുന്നത്. പരീക്ഷാ റിസൾട്ട് വന്നതിനു ശേഷം ഇവർ വാർഷിക പരീക്ഷയായിരുന്നുവെന്ന് അധികൃതർ വിദ്യാർത്ഥികളെ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് കുട്ടികൾക്ക് ചതി മനസ്സിലായത്. അപ്പോൾ ഈ എക്സാമിന് ഞങ്ങൾക്ക് മാർക്ക് നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളെ വീണ്ടും +1 ഇരുത്തി. +1 ഇരുത്തിയിട്ടുണ്ടെങ്കിൽ സ്കൂൾ ടോപ്പറാക്കാൻ പറ്റുക. അപ്പോൾ അവർക്ക് +2 ഇരുത്താനുള്ള വിശ്വാസമില്ല. പക്ഷേ +1 ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് കിട്ടുമെന്ന് അവർക്കറിയാം. ഞങ്ങൾ പാരൻസും ഞങ്ങളും കുറേ പ്രാവശ്യം മാനേജറോടും അതേപോലെ തന്നെ പ്രിൻസിപ്പളോടൊക്കെ കുറേ റിക്വസ്റ്റ് ചെയ്ത് കഴിവിൻ്റെ പരമാവധി റിക്വസ്റ്റ് ചെയ്ത് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവില്ല എന്നൊക്കെ അത്രയും ഉറപ്പ് കൊടുത്തിട്ട് പോലും അവർക്ക് ഒരു ദയവില്ല. ഇനി എന്തായാലും ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ +1 തന്നെ ഇരിക്കണം, അങ്ങനെയാണ്. അപ്പോൾ ടീച്ചേഴ്സ് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കെമിസ്ട്രിക്ക് തന്നെ ഇപ്പോൾ 5-6 പ്രാവശ്യം തന്നെ ടീച്ചേഴ്സ് മാറി. എന്താ പറയുക, ഇത് തന്നെ ഒരു കാരണമാണല്ലോ. കാരണം പ്രോപ്പറായിട്ടൊരു ടീച്ചർ ഇതിനായിട്ടില്ല എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ 10 മാസം മുമ്പ് വരെ ഇത്രയും നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും ഞങ്ങൾക്ക്. അപ്പോൾ ഇപ്പം അതിപ്പോൾ സാധിക്കാത്തത് സ്കൂളിൻ്റെയും കൂടി ഒരു കുഴപ്പമല്ലേ. സിനിമാ നിർമ്മാതാവ് സിയാദ് കോക്കറുടേതാണ് ഈ സ്കൂൾ. മാനേജ്മെന്റ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും കുട്ടികളെ സ്കൂളിലിരുത്താൻ അനുകൂല ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. എന്നിട്ടും കുട്ടികളെ പ്രവേശിപ്പിക്കാതിരുന്നതിനെ തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും സമരം തുടങ്ങി. +2 എടുക്കൂല എന്ന് പറഞ്ഞത് മാർക്ക് കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അത് ഈ റിസൾട്ട് വന്നതിന് ശേഷം ഇതെല്ലാം ഞങ്ങൾ അറിയണം, ഈ കണ്ടീഷൻസ് എല്ലാം. അപ്പം നമ്മളുടെ കുട്ടികൾക്ക് ഈ +2 ഇനി വേറൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. അതായത് TC തരില്ല, പാസ് TC തരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുട്ടികളെ ഈ വർഷം തന്നെ ബോർഡ് എക്സാം +2 എഴുതി എടുക്കണമെന്നുള്ളൊരു ഒരു മാനസികതയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ 1.5 വർഷത്തിൽ കൂടുതൽ വേസ്റ്റ് ആവും. SFI വിഷയം ഏറ്റെടുത്തതോടെ കുട്ടികൾക്ക് വീണ്ടും പരീക്ഷ നടത്താമെന്ന് സ്കൂൾ അധികൃതർ സമ്മതിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.